ഇടയശബ്ദം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദർശനങ്ങളെക്കാൾ ജീവിതത്തെയും വാക്കുകളെക്കാൾ അധികം പ്രവൃത്തികളെയും സ്നേഹിച്ച കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ പിതാവാണ് നമ്മളോടൊപ്പം ഇന്ന് ഇടയശബ്ദത്തിൽ. പിതാവിനെ സ്നേഹപൂർവ്വം എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവെ, സ്വാഗതം. പിതാവ് പലപ്പോഴും പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വാക്ക് മനോഹരം എന്നായിരിക്കും. എല്ലാം മനോഹരമാക്കുക. അത് ബൈബിളിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എല്ലാം മനോഹരമായി കണ്ടുവെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 75 വർഷത്തെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അതിനെ ഏറെ മനോഹരമെന്ന് സംഗ്രഹിക്കാനാകുമോ? തീർച്ചയായിട്ടും. കാരണം ദൈവം നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും തരുന്നുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആത്മസംതൃപ്തി ലഭിക്കും, സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ എന്നാണല്ലോ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ നമ്മൾ ഏറ്റി ചെല്ലുന്ന ഈശ്വരനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ആ ഈശ്വരനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. 75 വയസ്സ് പൂർത്തിയാകുന്ന ഈ ഒരു ഘട്ടത്തിൽ സാധാരണഗതി നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു ഇതനുസരിച്ച് ഒരു മെത്രാൻ ഔദ്യോഗികമായിട്ട് വിരമിക്കേണ്ടതാണ്. പക്ഷേ കർമ്മരംഗത്ത് നിന്ന് ഒരിക്കലും അറക്കപ്പിതാവ് പിൻവാങ്ങും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇനിയും തുടർന്നും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പിതാവിൽ നിന്ന് ഇനിയും ലഭിക്കാനുണ്ട്. എന്താണ് പിതാവിൻ്റെ തുടർന്നുള്ള ഭാവി പ്രവർത്തനങ്ങൾ? സമയപരിധി എന്ന് പറയുന്നത് പ്രത്യേകമായ ചില നിയമ പരിപാടിയിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് ബുദ്ധിയും മനസ്സുമൊക്കെ പക്വത വരുന്ന കാലം തൊട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുന്നത് തീർച്ചയായും ഒരു പ്രത്യേക നിമിഷങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക രംഗങ്ങളിലായിരിക്കും. പക്ഷേ അതിന് കഴിഞ്ഞും പിന്നെയും ജീവിതമുണ്ടല്ലോ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് വരെ. അപ്പോൾ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാതകമാണെന്നാണ് ഞാൻ കരുതുന്നത്. അറക്കപ്പിതാവിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ സി രാധാകൃഷ്ണൻ്റെ ഒരു നോവലുണ്ട്, എല്ലാം മായ്ക്കുന്ന കടൽ. അറക്കപ്പിതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കടൽ എന്ന് പറയേണ്ടി വരും. കാരണം പിതാവിൻ്റെ സൗഹൃദങ്ങൾ, ചങ്ങാത്തങ്ങൾ, എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എവിടെ നിന്ന് കിട്ടി ഈ ഒരു വലിയ സമവാക്യം, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതശൈലി എവിടെ നിന്നാണ് പിതാവ്? ഒന്നാമത് ഞാൻ ജനിച്ചത് എരുമേലിലാണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ സ്ഥലമാണ് എരുമേലി. മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. കുറച്ചങ്ങോട്ട് മാറുമ്പം വനത്തിൽ ഗിരിവർഗ്ഗക്കാരുണ്ട്. അപ്പോൾ അവരും എല്ലാം ആയിട്ട് നല്ലൊരു ബന്ധത്തിൽ, സ്നേഹത്തിൽ കഴിഞ്ഞ എൻ്റെ കുട്ടിക്കാലവും പിന്നീടുള്ള മുമ്പോട്ടുള്ള നീക്കങ്ങളുമെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ആരും എന്നെ ഉപദ്രവിച്ചതായിട്ടോ വിഷമിപ്പിച്ചതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരസുഖം വന്നു. ആശുപത്രിയിൽ 26 ആശുപത്രി അന്ന് തുടങ്ങിയ കാലഘട്ടമാണ്. സൗകര്യങ്ങളൊന്നും വളരെ കുറവായിരുന്നു. പക്ഷേ അവിടെ കടന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ പിന്നെ ഓരോരോ പരിപാടിക്ക് പോയി. അപ്പം ഡിസ്ചാർജ് ചെയ്യേണ്ട സമയം വന്നപ്പോഴത്തേക്ക് പിന്നെ കൂട്ടത്തിലുള്ള സ്വന്തക്കാരും ഇല്ലായിരുന്നു, നമ്മുടെ കയ്യിൽ പൈസയുമില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ എരുമേലിലെ ഒരു പ്രധാനപ്പെട്ട ഹസൻ റാവത്ത് എന്ന് പറയുന്ന അതവിടെ വന്നപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ, മോൻ എന്നെ അവിടെ കിടന്നു. ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കൂ, എനിക്ക് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. അതിനെന്നെ മോനെ എന്നും പറഞ്ഞ് പുള്ളി കയ്യിൽ നിന്ന് പൈസ എടുത്ത് എൻ്റെ ബില്ലടച്ച് എന്നെയും കൊണ്ട് പോയി തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആരും എന്നോട് എതിർത്തോ അല്ലെങ്കിൽ വിഷമിപ്പിച്ചോ ഉള്ള ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആളുകളെല്ലാവരും എന്നെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ രാഷ്ട്രീയ രംഗത്താണെങ്കിലും വളരെ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രമുള്ള ആളുകളെയൊക്കെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ശീലമാണ്. പലപ്പോഴും പ്രത്യയശാസ്ത്രങ്ങൾക്കുപരിയാണ് പിതാവിൻ്റെ ചങ്ങാത്തങ്ങൾ, സൗഹൃദങ്ങളുമൊക്കെ. പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുമ്പ് മനുഷ്യത്വമാണല്ലോ ഉള്ളത്. നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, മൃഗങ്ങളല്ലല്ലോ. മനുഷ്യർക്ക് പരസ്പരം ബന്ധപ്പെടാനും സ്നേഹിക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാതകമെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. പിന്നെ ജീവിത സൗകര്യാർത്ഥം ഓരോരുത്തരും ഓരോ വശം തേടി ഓരോ രീതി എടുത്ത് മുമ്പോട്ട് നീങ്ങുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യരിൽ എന്താ വ്യത്യാസമുള്ളത്? ഒന്നുമില്ല.
ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കെപ്പോഴും ഉള്ളത്. പിതാവിൻ്റെ ആപ്തവാക്യം ജീവൻ്റെ സമൃദ്ധി എന്നാണ്. അപ്പോൾ ഈ ജീവനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചാൽ ഈ ലൗകിക ജീവിതം ആത്മീയ ജീവിതം എന്ന് രണ്ടായിട്ട് കാണുന്നതാണ് ഒരു രീതി. പക്ഷേ പിതാവ് ഇതിനെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒക്കെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിത വീക്ഷണമായിരുന്നു പിതാവിനുണ്ടായിരുന്നത് തോന്നുന്നു. ഞാൻ തിരുവചനങ്ങൾ കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും ഒരു1/2 മണിക്കൂറെങ്കിലും വായിക്കും. പക്ഷേ എന്നെ വായിച്ചപ്പോഴേ എന്നെ ആദ്യം സ്പർശിച്ച തിരുവചനം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. അവൻ വന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനാണ്. അതാണ് രക്ഷാകര ദൗത്യത്തിൻ്റെ ഹിൻഡ് ലെസൻസ്, ആകത്തുകയെന്ന് പറയുന്നത് അതാണ്. അവൻ വന്നത് നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയാണ്. അത് വെറും ജീവനല്ല, എങ്ങനെയും കഷ്ടിച്ച് പിന്നെ ഓക്സിജനൊക്കെ വെച്ച് ജീവിപ്പിക്കുന്ന ഒരു ഇതല്ല, സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ വചനം എന്നെ വളരെ സ്പർശിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെയാണ് എനിക്ക് ആ ഒരു വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം അങ്ങനെ പുലർത്താൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്താലും എന്നോട് അടുക്കുന്നവർക്കും എന്നോട് ഇടപെടുന്നവർക്കും ഞാൻ ബന്ധപ്പെടുന്നവർക്കും ഒക്കെ ജീവൻ ഉണ്ടാവണം, അത് സമൃദ്ധമായിട്ടുണ്ടാകണം. വെറും റേഷനിങ് അല്ല. ഐ നെവർ യൂസ് ദാറ്റ് വേർഡ്, റേഷനിങ്. അത് എന്തെങ്കിലും കുറേശ്ശെ വികസനം കൊടുത്ത് ജീവൻ നിലനിർത്താനുള്ള ഒരു നീക്കം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവന് സമൃദ്ധമായി സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ജീവിക്കാനും ഇടയാവുന്ന ഒരു പരിസ്ഥിതി, ജീവിതാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ അച്ഛനാകുന്നതിന് മുമ്പും അച്ഛനായി കഴിഞ്ഞും എൻ്റെ ഏറ്റവും വലിയ ദൗത്യം അതായിരുന്നു. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അച്ഛനായപ്പോൾ ഞാനെടുത്ത മോട്ടോ ഇത് തന്നെയാണ്, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. മെത്രാനായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ച് ഏത് ആപ്തവാക്യമാണ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിതല്ല, വേറൊരു വാക്യമില്ല. കാരണം കർത്താവ് വന്ന ഇതിനു വേണ്ടിയാണ്. ദൈവമായ കർത്താവ് ഭൂമിയിൽ അവതരിച്ചത് എല്ലാവർക്കും ജീവനുണ്ടാകാൻ വേണ്ടിയാണ്. പിതാവിൻ്റെ നേതൃ ശൈലിയുടെ ഒരു അനന്യത എന്ന് പറയുന്നത് ജനാധിപത്യ ശൈലിയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും കടന്നു വരാം, വിമർശനങ്ങൾ പോലും ഉന്നയിക്കാം, സർഗാത്മകമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കാം. ഇവരൊക്കെ തുറന്ന മനസ്സോടുകൂടിയാണ് എപ്പോഴും പിതാവ് സ്വീകരിക്കാറുള്ളത്. വിമർശനങ്ങളെയും അങ്ങനെയാണ്. ഒരു ജനാധിപത്യ ശൈലിയല്ലേ പിതാവിൻ്റെ ഒരു നേതൃശൈലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്? മനുഷ്യൻ ബലഹീനനാണ്, കുറവുകളും തെറ്റുകളും എല്ലാം ഉണ്ട്. എനിക്കും ഉണ്ട്, കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. പിന്നെ നമുക്കെല്ലാം ഒത്തിരി പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്കില്ലാത്ത ഗുണമേന്മകളും കഴിവുകളും ഒക്കെ വേറൊരാൾക്കുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും സാധാരണ മനുഷ്യരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രശ്നം തീർക്കാൻ അറക്കപ്പിതാവ് ഉണ്ട് എന്നുള്ളൊരു. സാധാരണക്കാർക്ക് പോലും കടന്നു വരികയും അവരുടെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരവസരം. പണ്ടൊന്നും ഇത്രയധികം ഈ ബിഷപ്സൊന്നും സാധാരണ ജനങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ പലപ്പോഴും ആളുകൾ പിന്നെ അടുക്കാത്തതുകൊണ്ടാണ്. എല്ലാവരും തന്നെ ഇങ്ങനെയാണ്. പക്ഷേ ഇച്ചിരി സമയം പേഷ്യൻസ് ആവശ്യമാണ് ഇതിനൊക്കെ. നമ്മുടെ അടുത്ത് വന്ന് പറയുന്നവർ അവരുടേതായ ശൈലിയിലാണല്ലോ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഒരു ഗിരിവർഗക്കാരൻ പറയുന്ന ശൈലിയും അതല്ല ഒരു കൊടും ഭീകരൻ പറയുന്ന നമ്മളോടുള്ള ശൈലിയും ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ ആ ശൈലിയുടെ രംഗം നമ്മൾ മനസ്സിലാക്കിയാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ വിഷമങ്ങളെല്ലാം കൂടെ ഇവിടെ നമ്മുടെ മുമ്പിൽ പറയുകയാണ്. അതിനെ കുറച്ച് കഴിഞ്ഞ് കേട്ട് കഴിയുമ്പോൾ തന്നെ അവൻ തന്നെ അടങ്ങിക്കഴിയുമ്പോൾ തന്നെ മോനെ ഇതിങ്ങനെയല്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വളരെ വിനയത്തോടു കൂടി നമ്മൾ കടിക്കാൻ വരുന്ന പട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാലുവാട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ്. വൈകാരികത ഒന്ന് ശമിക്കുന്ന ഒരവസ്ഥ. അതെ, അതുവരെ കാത്തിരിക്കുക. ക്ഷമ ആവശ്യമാണ്. ക്ഷമയില്ലെന്ന് വരികയും ഒരിക്കലും ഒരു കാര്യവും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവവിളിയെക്കുറിച്ച് ഒന്ന് പിതാവെന്ന് പറയാമോ? എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. പിന്നെ ദൈവമാണല്ലോ തീരുമാനിക്കുന്നത്. എൻ്റെ ബ്രദർ ജ്യേഷ്ഠൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഒരു മിഷണറി വൈദികനായിരുന്നു വില്ലൂർ ഡയസിസിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിചാരിച്ചു ഞാൻ ആ വഴിക്കങ്ങ് നീങ്ങും. എനിക്കും താല്പര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സേവനങ്ങളും പ്രവർത്തിച്ച മണ്ഡലങ്ങളും എല്ലാം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പിന്നീടും ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ ആയിത്തീരണം. ഒന്നുമില്ലാത്തടത്തുനിന്ന് പിന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. അവർക്ക് വീട്, കൃഷിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പള്ളി, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ രോഗമുണ്ടാകുമ്പോൾ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു.
ഞാൻ വളരെയേറെ പ്രാവശ്യം ഞാൻ അവിടെ അദ്ദേഹത്തോടു കൂടെ അവധിക്കാലങ്ങളിൽ പോയി താമസിച്ച അപ്പോൾ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എനിക്കങ്ങനെ നല്ലൊരു ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധ്യതയുള്ള ശുശ്രൂഷിക്കാൻ പറ്റിയ ഒരു വൈദ്യനാകുകയാണെങ്കിൽ ആ രീതിയിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യേക തീരുമാനമൊന്നും എടുക്കാതിരുന്ന അവസരത്തിലാണ് അന്നത്തെ ഞങ്ങളുടെ വിചാരിച്ചൻ മേപ്രക്കറോഡക്ഷന് എന്നെ വിളിച്ചു പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ ഉടനെ 10ാം ക്ലാസ് പാസ്സായ ഉടൻ തന്നെ എന്നെ വിളിച്ചു. ഞാൻ 10ാം ക്ലാസ്സിന് അതിന് മുമ്പ് ഞാൻ ഒരിടത്തോട്ട് ഞാൻ അപ്പീൽ ചെയ്യുകയോ റിക്വസ്റ്റ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ എഴുത്ത് തരാം, എഴുത്ത് കൊണ്ടുപോയി പാറയിൽ മൈനസ് സെമിനാർ റെക്ടറച്ചനെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ ഈ എഴുത്ത് കൊണ്ട് കൊടുക്കുന്നത്? അപ്പം നിന്നെ അവിടെ ചേർക്കാനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മൈനസ് സെമിനാറിൽ എന്നെ ചേർക്കാനായിട്ട് അച്ഛൻ എഴുത്ത് തരികയാണെന്നുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, വിചാരിച്ചതിൻ്റെ ഒരു എഴുത്തുണ്ട്, എനിക്കവിടെ പോകണം. അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠനെയും കൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ മൈനസ് സെമിനാരിൽ ചെന്ന് തൈച്ചേരിച്ചെന്ന് പറയുന്ന ഗിരിഗിരി തൈച്ചേരിച്ച് വളരെ വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹം SBI സ്കൂളിൻ്റെയൊക്കെ ഹെഡ് മാസ്റ്ററായിരുന്നു. വളരെ വലിയ രീതിയിൽ നല്ല രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആത്മീയ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ്. അതേ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, നിന്നെ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മൈനസ് സെമിനാരിലേക്കുള്ള ആൾക്കാരെ മുഴുവൻ എടുത്തു കഴിഞ്ഞു, പക്ഷേ നിന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ്. പക്ഷേ നീ എടുക്കണമെന്ന് വരികയിൽ നീ ബിഷപ്പിൻ്റെ അനുവാദം മേടിക്കണം. ഞാനൊരു എഴുത്തും കൂടെ തരാം, നീ ഇതും കൊണ്ട് പോയി കാവുകാട്ട് പിതാവിനെ കാണാൻ പറഞ്ഞു. അപ്പം കാവുകാട്ട് പിതാവ് അവിടെ അരമനയിലുണ്ടായിരുന്നു. ഞാനവിടെ നടന്ന് പാറയിൽ നടന്ന് ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്ന് പിതാവിനെ കണ്ടു. പിതാവിനെ കണ്ടവിടെ തന്നെ പറഞ്ഞു, നിന്നെ എടുത്തിരിക്കും, നീ ഒരു കാര്യം വിഷമിക്കേണ്ട കാര്യമില്ല, റെക്ടച്ചനോട് ചോദിച്ചിട്ട് എന്തൊക്കെ സാധനം കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് റെക്ടച്ചൻ പറയുന്ന ഡേറ്റ് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മൈനസ് സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഈ വൈദിക ജീവിതം ഇതല്ല എൻ്റെ വിളി എന്നുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായ ഘട്ടം ഉണ്ടായിട്ടുണ്ടോ വൈദിക പരിശീലനം? ഞാൻ മേജർ സെമിനാരിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. അവിടുത്തെ ഒത്തിരിയേറെ റെസ്പോൺസിബിൾ പൊസിഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫിലോസഫിയുടെ പകുതി കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആസ്മ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ആസ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടും, അല്ലെങ്കിൽ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സ്പിരിച്വൽ ഫാദറിനോട് ഞാൻ പറഞ്ഞങ്ങനെ പോട്ടെ നോട്ടെ, ഇത് കുറച്ച് കഴിയട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഡീക്കനായപ്പോഴത്തേക്ക്, ഡീക്കൻ പട്ടത്തിന് തൊട്ട് മുമ്പ്, കാരണം അത് കഴിഞ്ഞാൽ ബൈൻഡിങ്സ് വരികയാണ്, മറ്റ് ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ഒരിക്കലൊക്കെ പെർമിഷൻസൊക്കെ വേണ്ടി വരുന്നു, ഡിസ്പെൻസേഷൻ വേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പിരിച്വൽ ഫാദറിനോട് പറഞ്ഞു. അത് മങ്കുഴ്ഗിരി അച്ഛനായിരുന്നു, മോഷണയുടെ മങ്കുഴ്ഗിരി, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇനി മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം മാസത്തിലൊരു 6-7 തവണ ദിവസമെങ്കിലും കിടക്കേണ്ടി വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല, അത് ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല. ആസ്മ വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയാനൊക്കെ ഉള്ളൂ. ജനൽക്കമ്പിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സെമിനാരി ജീവിതം ഉപേക്ഷിക്കാനായിട്ട് അച്ഛനോടെ കൂടി പ്രാർത്ഥിക്കണം, എനിക്കൊരു തീരുമാനം എടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, 1 മാസം കൂടെ വെയിറ്റ് ചെയ്യുക. അച്ഛനോടും പറഞ്ഞു, അച്ഛാ ഇനി മുമ്പോട്ട് വരികയാണെന്ന് വരിയില്ല, ഞാൻ ഐ വിൽ ബി ലീവിങ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിശുദ്ധ അൽഫോൻസാമയോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവത്തിൻ്റെ തിരുമനസ് എന്നെ ഒന്ന് തിരിച്ചറിയി തരാനായിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പള്ളി വെച്ച് അൽഫോൻസാമയെ വിളിച്ചിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അടുത്ത മാസം എനിക്ക് ആസ്മ ഉണ്ടാകുകയാണെങ്കിൽ, എല്ലാ വാവിൻ്റെ അവസരത്തിലാണ് ഉണ്ടാകുന്നത്, 2 തവണ ഉണ്ടാകും, ഞാൻ തീർച്ചയായിട്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഐ വിൽ ബി ഗോയിങ് അവേ ഫ്രം ദിസ് പ്ലേസ്. അപ്പം എനിക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത വന്നില്ല, അത് തീരുമെന്നുള്ള ചിന്ത വന്നില്ല. പക്ഷേ അടുത്ത മാസം വന്നപ്പോഴത്തേക്ക് ആസ്മ ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ആസ്മയ്ക്കല്ല ഈ വാവിൻ്റെ സമയം തെറ്റിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അടുത്ത മാസം കൂടെ നോക്കി. അടുത്ത മാസം ഒന്നും വന്നില്ല, പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ വഴി ഇതാണ് എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ പിന്നെ ഉടനെ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. കാരണം ഡീക്കൻ പട്ടം സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പെൻസേഷനൊക്കെ മേടിക്കേണ്ടി വരും. പിന്നെ ഞാൻ അച്ഛനായി ആദ്യം പട്ടം കിട്ടി രണ്ടാമത്തെ ദിവസം ഞാൻ പോയി കുർബാന ചെല്ലുന്നത് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിലാണ്. അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായി എന്നുള്ളത് എനിക്ക് സുനിശ്ചിതമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ആസ്മ മാറത്തില്ല. പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഏത് വർഷമാണ്? 1971 മാർച്ച് 13-നാണ്. അതിനുശേഷം ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എവിടെയായിരുന്നു? ഏത് പള്ളിയിലായിരുന്നു? ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഈ കപ്പാടായിരുന്നു. അവിടെ പക്ഷേ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വിയാരിച്ചനും കൊച്ചച്ഛനും കൂടെ അങ്ങാണ്ട് പോയി. അന്ന് കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള കപ്പാട് പള്ളിയിൽ അവർ രണ്ടുപേരും പോയപ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് എന്നെ വെച്ചാൽ അപ്പോയിൻമെൻ്റ് അല്ല. അപ്പോൾ അവിടെ ഞാൻ നോക്കി അപ്പോഴത്തേക്ക് എല്ലാവരെയും കണ്ടു, എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അന്ന് മണ്ണാറക്കുളത്തച്ഛൻ പറഞ്ഞ ഈയിടെ മരിച്ച അച്ഛൻ അവിടുത്തെ അസിസ്റ്റൻ്റായിരുന്നു. അന്നത്തെ വിചാരിച്ചന് പിന്നെ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴേ. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 പേരുടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിട്ടത്. 2.5 ആഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടി അമ്പൂരിക്കാന്ന്. പക്ഷേ ഈ അമ്പൂരി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അതുവരെ ഈ അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. ഭൂപടമൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ അമ്പൂരിയെ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തെക്കൻ തിരുവിതാംകൂറിലാണെന്നും പിന്നെ നെയ്യാർറാവിന് അടുത്താണെന്നും ഒക്കെ മനസ്സിലായി. അപ്പോൾ പറഞ്ഞ ഡേറ്റിൽ ഞാൻ പിന്നെ എരുമേലിയിൽ നിന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് ബസ് കയറി നെയ്യാർഡാമിൽ ചെന്നിട്ട് അവിടുന്ന് വേണം പോകാനെന്നുള്ള അറിവ് എനിക്ക് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ തിരുവനന്തപുരത്തിനുള്ള ബസ്സിന് പൂഞ്ഞാർ തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു ബസ്സുണ്ടായിരുന്നു. അതിൽ കയറാനായിട്ട് ഞാൻ എരുമേലി ചെന്ന് എരുമേലി ബസ് കയറി. അപ്പം നിങ്ങൾക്കറിയാലോ പഴയകാലത്ത് ഈ ട്രങ്ക് ബാഗ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഈ ട്രങ്ക് എന്ന് പറഞ്ഞ വലിയ സാധനം അതുകൊണ്ട് ബസ്സിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിടണം. ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടക്ടർ ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ ലോകയും കൊണ്ട് നമ്മൾ നേരെ മുകളിൽ കയറി ഈ ബസ്സിൻ്റെ ടോപ്പിൽ കൊണ്ടിട്ടു. തിരിച്ച് തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് മുകളിൽ കയറി താഴെ ഇറക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴെങ്കിലും എന്നെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ആളുകളൊക്കെ വരും, അമ്പൂരിൽ നിന്ന് ആൾക്കാർ വരുമെന്ന് വെച്ചാൽ. അവിടെ കുറച്ച് ആരെയും കണ്ടില്ല. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നോക്കിന്ന് രക്ഷയിൽ കണ്ടപ്പോഴത്തേക്ക് അടുത്ത ബസ്സിൽ കയറി ഇതുപോലെ തന്നെ പ്രോസസ്സ് ആവർത്തിച്ച് ബാഗ് മുകളിൽ വെച്ച് താഴെ ഇറങ്ങി നെയ്യാർ ഡാമിൻ്റെ അവിടെ ചെന്നിറങ്ങി. അവിടെ ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ ആൾ വേണം. കാരണം പിന്നെ അവിടെ നിന്ന് നടന്നാൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല ജീപ്പോ വല്ലതും കിട്ടണം. ജീപ്പൊന്നും അത്ര എളുപ്പമുള്ള സംഗതിയല്ല അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ച ആളുകൾ വരുമെന്ന് വിചാരിച്ചു. കുറച്ചേരം നോക്കി 1.5 മണിക്കൂർ നോക്കി നിന്നിട്ട് ആളിനെ കാണുന്നില്ല. പിന്നെ രാത്രിയാകുന്നല്ലോ എന്ന് വിചാരിച്ച് വനമാണല്ലോ പ്രദേശം മുഴുവൻ. ഞാൻ ഈ പെട്ടി നില വെച്ചുകൊണ്ട് വന്ന് അമ്പൂരി ചെന്ന് ചാർജ് എടുത്തു. യഥാർത്ഥത്തിൽ ഈ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ടാണ് അന്ന് അറക്കലച്ചൻ അവിടെ നിന്ന് മല ഇറങ്ങുന്നത്. അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് ഈ പിള്ളേർക്കെല്ലാം ഒരു കളിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ പിള്ളേരെ മുഴുവൻ അങ്ങ് അടുപ്പിച്ചു. വോളിബോളും ബാസ്കറ്റ് ബോളും ഒക്കെ മേടിച്ചു കൊടുത്ത് കാര്യങ്ങളിലേക്ക് വന്നു. അന്ന് നമ്മുടെ ഈ ഇദ്ദേഹമായിരുന്നു IG, നമ്മുടെ മണിമലക്കാരൻ MK ജോസഫ്. അന്ന് ഒറ്റ IG ഉള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ സഹായിച്ചേക്കണം. അപ്പം പടിയറപ്പിതാവും പറഞ്ഞിരുന്നു. പടിയറപ്പിതാവ് മണിമലക്കാരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എൻ്റെ മേലുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് ഇവരെല്ലാം കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങൾ നീക്കി. അപ്പം യുവജനങ്ങൾ എല്ലാം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും പരിപാടി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് ഇവർക്ക് പശു വളർത്താനുമല്ലോ എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ ഇരിക്കും. കുറച്ച് പേർക്ക് പെരിങ്ങടവിള എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ കീഴിലാണ്. അവരോടും കൂടെ സഹകരിച്ചുകൊണ്ട് കുറച്ച് ഗ്രാൻഡും എല്ലാം ആയിട്ട് പശുവിനെ മേടിക്കാനുള്ള സംഗതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ലോണൊക്കെ മേടിച്ചു കൊടുത്തു. അതൊരു വശം. രണ്ടാമത് സ്ത്രീകൾക്ക് വേണ്ടി കോഴി വളർത്താൻ വേണ്ടി പെരിങ്ങടവിള എന്ന് പറയുന്നൊരു ബ്ലോക്കുണ്ട്.
അവിടെ ചെന്ന് അവരെ എല്ലാം പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം നല്ല മനുഷ്യരാണ്, ഇങ്ങനെ ഒരു ഏജൻസി കിട്ടാമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഞാനവിടെ 10-500 പേർക്ക് കോഴിയെ മേടിച്ചു കൊടുത്തു. കോഴിയെ മേടിച്ചു കൊടുത്തു, പശുവിനെ മേടിച്ചു കൊടുത്തപ്പോൾ ഈ പാല് വിൽക്കണമല്ലോ. പാല് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുമാത്രം വിൽക്കാൻ പറ്റും. അപ്പോൾ അതിന് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ ഒരു വണ്ടി എന്തെങ്കിലും വേണം. വണ്ടി എനിക്കില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡിലെ തടികളെല്ലാം ഓപ്ഷൻ ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പൈസ പോലും ഇല്ല, അത് നിരുത ദ്രവ്യം കെട്ടിവെക്കാൻ പോലും. ഏതായാലും ഞാൻ ഓപ്ഷനിൽ പങ്കെടുത്തു. ഞാനൊരു അച്ഛനായിരുന്നു, ലോ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ട് ആരോടും എന്നോട് പൈസ നിരുതദ്രവ്യമൊന്നും ചോദിച്ചില്ല. അതെല്ലാം ഞാനങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പൈസ കയ്യിലില്ലെന്നുള്ളത്. കൊടുക്കാനും പൈസയില്ല, ഒന്നിനും ഒരു പൈസ ഇല്ല. നടന്നാണ് ഞാൻ തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടി പോവുക. അപ്പോൾ ഇതെങ്ങനെ ഈ പിന്നെ പൈസ കെട്ടിവെക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ വിഷമിച്ച് ഞാൻ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ഒരു പാർട്ടി വന്നിരിക്കുന്നത്. ഞാനിത് പിടിക്കാൻ വന്നതാണ്, താമസിച്ചു പോയി. ഞാൻ പറഞ്ഞു തന്നേക്കാം, ഞാനിപ്പോൾ ഇത്രയും രൂപ മുടക്കുകയാണ്, എനിക്കതിനുള്ള ഇത് കിട്ടണം, മാർജിൻ കിട്ടണമെന്ന് പറഞ്ഞു. അന്ന് 25,000 രൂപ, 25,000 രൂപ വലിയൊരു തുകയാണ്. 25,000 രൂപ എന്ന് വെച്ച് പറഞ്ഞു, ഫാദർ പിടിച്ചാൽ നന്നായി, ഫാദർ പിടിച്ചോണ്ടാൽ ഇത്രയും വില കുറച്ചെങ്കിലും കിട്ടിയത്, ഞങ്ങൾ പൈസ വിടുന്നതാക്കാന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ഇത് പൈസ അന്ന് അവരുടെ പേരിലേക്ക് ഇത് മാറ്റി. അപ്പം പിന്നെ എനിക്ക് ഒരു വണ്ടി മേടിക്കാനുള്ള പൈസ, അന്ന് 10,000 രൂപ കൊടുത്ത ഒരു വണ്ടി കിട്ടും. അവൻ 10,000 രൂപ കൊടുത്ത് പിന്നെ വണ്ടി മേടിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ കോഴിമുട്ടയും പാലും എല്ലാം ഉണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിൽക്കാനായിട്ട് പരിപാടിയിലേക്ക് വന്നു. അന്ന് 10 പൈസ വിലയേ ഉള്ളൂ കോഴിമുട്ടയ്ക്ക്. അപ്പോൾ അന്ന് ഞാൻ 11 പൈസ 10 പൈസ എന്നൊക്കെ പറഞ്ഞ് വില പറഞ്ഞ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം പോയിരുന്നു. ലോ ഇട്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നടത്തുമായിരുന്നു. ആളുകളെല്ലാം വന്ന് ഞാൻ തന്നെ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആളുകളെല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പാല് ഞാൻ തിരുവനന്തപുരം സിറ്റിയിലും പിന്നെ കുടുംബത്തിലും കൊണ്ട് വിൽക്കാൻ തുടങ്ങി, മഹാരാജാവിൻ്റെ പാലസിലും. മഹാരാജാവിന് എന്നോട് ഇഷ്ടമായി. അയാളോട് പറഞ്ഞു, തനിക്ക് ഞാൻ ശ്രീനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കെട്ടിടമുണ്ട്, അതെടുത്തോളാൻ പറഞ്ഞു. താൻ ഒരു വാടകയും തരണ്ട, ഒന്നും തരണ്ട, കത്തനാർ അതെടുത്തോളാൻ പറഞ്ഞു. കത്തനാർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ സൊസൈറ്റിക്ക് ഒരു ഓഫീസായി. പിന്നെ ഈ കോഴിമുട്ടയൊക്കെ വിൽക്കാനുള്ള പരിപാടിയായി. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് ഞാനിപ്പം വേറെ ഡ്രൈവറും പരിപാടി ഇതില്ല, ഞാൻ തന്നെ പോയി ഈ സംഗതി എല്ലാം കൊണ്ടുപോയി അവിടെ വിറ്റിട്ട് തിരിച്ച് വരണം, രാത്രി ഞാൻ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ ജനങ്ങൾക്ക് മറ്റ് പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും വലിയ വഴിയില്ലല്ലോ. അപ്പോൾ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങി. അപ്പം ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി, പോൾട്രിയുടെ തുടങ്ങി, സർവീസ് കോപ്പറേറ്റീവ്, റീഡ് ആൻഡ് റാട്ടർ. അത് കഴിഞ്ഞാണ് ഈ ഒത്തിരി പരമ്പ കൊട്ട നെയ്ത്തുകാരുണ്ട്, അവരെ അതും ചുമന്നുകൊണ്ട് തിരുവനന്തപുരം വരെ പോകണമായിരുന്നു. ഞാനൊരു സൊസൈറ്റി ഉണ്ടാക്കി എൻ്റെ വണ്ടിയിൽ തന്നെ ഈ കൊട്ടയും ചുമന്ന തമ്പാനൂരും പാളയത്തും കൊണ്ടുപോയി ഇത് വിൽക്കാൻ തുടങ്ങി ഈ സാധനങ്ങൾ, കൊട്ട പരമ്പ നെയ്ത്തെല്ലാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വളരെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിട്ടങ്ങ് മാറി. എല്ലാവർക്കും എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായമായി. അത് ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർക്കും മറ്റു വിഭാഗത്തിൽപ്പെടുന്നവർക്കും എല്ലാ ജാതികൾക്കും നമ്മളൊന്നും നോക്കാതല്ലേ കാര്യങ്ങൾ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നെയ്യാർ ഡാമിൽ കൂടിയാണല്ലോ പോകുന്നത്. അതിൻ്റെ കനാലുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റിൻകരയ്ക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമെല്ലാം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി ഈ കനാൽ വെട്ടുന്ന മുഴുവൻ പുറത്ത് വലിയ കോൺട്രാക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുത മേനോൻ്റെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഈ സാധാരണക്കാരായ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി അവരെയും കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അതിന് ലാഭം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ചെയ്തുകൂടാമെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. ഫാദർ പറഞ്ഞതിന് പ്രത്യേകം നന്ദി. ഉടനെ തന്നെ വേണ്ട ഓർഡേഴ്സ് ചെയ്തു. എനിക്ക് 1.5 മാസം കൊണ്ട് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കിട്ടി. ഞാൻ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. നെയ്യാറ്റിൻകര കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി ആദ്യമായിട്ടായിരിക്കും. അതെ, കേരളത്തിൽ ആദ്യമായിട്ടാണ്. നെയ്യാറ്റിൻകര കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ ചെയ്തു. നെയ്യാറ്റിൻകരയാണ് അതിൻ്റെ തലസ്ഥാനം, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ വർക്ക് നെയ്യാറ്റിൻകരയ്ക്കുള്ള ഒരു വലിയ കനാലിൻ്റെ വർക്ക് എടുത്തു.
അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ലാഭം കിട്ടിയപ്പോഴത്തേക്ക് എല്ലാവർക്കും 10,000, 5,000, 3,000 രൂപ വീതം കിട്ടിയപ്പോഴത്തേക്ക് അവരുടെ ഡെയിലി വേജസിൻ്റെ പൈസയ്ക്ക് അപ്പുറത്ത് ലാഭം കൂടെ കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷമായി. അപ്പം ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രദേശത്തുള്ള സർവ്വ മനുഷ്യരും എൻ്റെ കുടിക്കീഴിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ എല്ലാവരുടെയും എല്ലാമായിട്ടങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കൽപ്പന വന്നത്, ചങ്ങനാശ്ശേരി അരമനയിലേക്ക് എന്നെ മാറ്റിയിരിക്കുന്നു. പുതിയ പോസ്റ്റ്, പുതിയ നിയോഗം എന്തായിരുന്നു? അസിസ്റ്റൻറ്റ് പ്രൊപ്പറേറ്റർ. അത് ഒരു കൊച്ചച്ഛന് കിട്ടാവുന്ന ഒരു വലിയ, അതായത് ഏറ്റവും വലിയ അസിസ്റ്റൻറ്റ് പ്രൊപ്പറേറ്റർ. പാറേപ്പള്ളിയുടെ ചാർജ്, പിന്നെ അവിടെയുള്ള മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഡയറക്ടർ, അങ്ങനെയുള്ളൊരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാനവിടെ ചെന്ന് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ബിസി പരിപാടിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ അരമനയിൽ ആരും അങ്ങനെ സാധാരണ കയറി വരാറില്ല. ഒന്നാമത് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ച് പാറേമാതാവിൻ്റെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിക്കും. കാരണം പാറേപ്പള്ളി നമ്മുടെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒരു വഴി എനിക്കുണ്ടാക്കി തരണമേ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇന്നപ്പോഴത്തെ അവിടെ കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്നു. അവർ വൈകുന്നേരങ്ങളിൽ എൻ്റെ അടുത്ത് വരും, കൊച്ചച്ഛനോട് ഇങ്ങനെ ചുമ്മാ വെറുതെ സൊറ പറയാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്നാൽ പറ്റില്ല, എന്തെങ്കിലും നിങ്ങൾ. അപ്പോൾ പറഞ്ഞാൽ അവർക്കൊരു തൊഴിൽ ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല, മനസ്സിൽ തോന്നുന്നില്ല. ഇവിടെ ആകപ്പാടെയുള്ള മീൻ കച്ചവടം, ചങ്ങനാശ്ശേരി മീൻ കച്ചവടം, അത് ഞങ്ങൾ മടുത്തു. അതിൽ പരിപാടി നടക്കത്തില്ല. അത് പിന്നെ ചില്ലറയായിട്ട് കൊണ്ടുപോയി അവിടെ ഇവിടെ വിൽക്കണം, അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു, കാലിച്ചാക്ക് നിങ്ങൾക്ക് പറക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. കാലിച്ചാക്ക് കാലിക്കുപ്പി പറക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. അന്ന് 6-7 ചെറുപ്പക്കാരെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാം വലിയ പാർട്ടീസാണ്. അവരത് പറക്കി, കാലിച്ചാക്ക് പറക്കി 1000, 10,000 ഒക്കെ ആയി കഴിഞ്ഞപ്പം കൽക്കട്ട ബേസ്ഡാണ് അതിൻ്റെ മാർക്കറ്റിംഗ് മുഴുവൻ. ഒരു പ്രാവശ്യം 10,000 കാലിച്ചാക്ക് ₹1 റേറ്റ് കൂടുതൽ ഒരു ചാക്കിന് കൊടുത്ത് ഞാൻ കൽക്കട്ടയിൽ കയറ്റി വെച്ചു. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ്, പറഞ്ഞാൽ മനസ്സിലായില്ല. അതുപോലെ കാലിക്കുപ്പി മരുന്നുശാലകൾക്കും കാര്യങ്ങൾക്കും എല്ലാം കയറ്റി അയക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ എൻ്റെ കൂടെ കൂടി ഒരു പരിപാടി അല്ലെങ്കിൽ മറ്റൊരു പരിപാടി ഞാൻ എല്ലാവരെയും ഏൽപ്പിച്ച് കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഇതിന് പൈസ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാറേപ്പള്ളിയുടെ ചാർജ് എനിക്കാണ്. പാറേപ്പള്ളി എല്ലാ ബുധനാഴ്ചയും നേർച്ചപ്പെട്ടി തുറക്കും. നേർച്ചപ്പെട്ടി തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എണ്ണാൻ സഹായിക്കും. എണ്ണി ചിട്ടപ്പെടുത്തിയ തുക നിങ്ങൾ 2-3 ആഴ്ച വെച്ചു കയ്യിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ തുക എന്നെ തിരിച്ചേൽപ്പിക്കണം. വാസ്തവത്തിൽ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇവർ വലിയ ബിസിനസ്സുകാരായിട്ട്. ഇപ്പം ഞാൻ അവരാരൊക്കെയാണെന്ന് പേര് പറയുന്നില്ല, ശരിയല്ല. ഇന്ന് ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും കാര്യങ്ങളെന്ന് പറയുന്നത് ഇവരെല്ലാമാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ജീവിതകഥ തുടരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച വരെ എല്ലാവരും കാത്തിരിക്കുക. അതുവരെ നമസ്കാരം, നന്ദി.